ഹായ്, വെൽക്കം ടു മൈ ചാനൽ ആദിക്കമ്മു. എല്ലാവരും സുഖമാണോ? നാട്ടിൽ നല്ല മഴയല്ലേ? ഓക്കെ, എല്ലാവരും കെയർഫുള്ളായിട്ട് നിൽക്കണേ. ഇവിടെ മഴയൊന്നുമില്ല, ഇവിടെ നല്ല വെയിലാണ്. പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഈസിയസ്റ്റായിട്ട് ഹെൽത്തിയസ്റ്റായിട്ട് ഒരു റെസിപ്പിനെ കൊണ്ടാണ്. സിമ്പിളായിട്ട് നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും നമുക്ക് അയ്യോ കറി വെക്കണമല്ലേ അങ്ങനെ വിചാരിക്കണമല്ലോ. സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണ്. ചോറിന് കൂടെ കഴിക്കാനാവട്ടെ, ഇഡ്ഡലി, ദോശ, ഇതിനെല്ലാം നല്ല ഉണ്ടാവും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. സോ നമുക്ക് കുക്കിങ്ങിലൂടെ കടന്നാലോ. വരും. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് ചട്നിയാണ്. അതിന് വേണ്ടതാണ് ഒരു ബീട്രൂട്ട്, 2 പച്ചമുളക്, ഒരു തക്കാളി, ഒരു ഉള്ളി, അതിന് വെളുത്തുള്ളി. ഇത് നമുക്ക് ചെറുങ്ങനെ കട്ടാക്കി വെക്കുക. എന്നിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഉള്ളിയും ആഡാക്കി കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ബ്രൗണിഷ് ആയിട്ട് വാടി വരുമ്പോൾ അതിൽ നമുക്ക് തക്കാളിയും ബീട്രൂട്ടും ആഡാക്കി കൊടുക്കുക. തക്കാളിയും ബീട്രൂട്ടും നല്ലോണം ഒന്ന് വാടി വരുമ്പോൾ അതിൽ ഉപ്പ് ആക്കി കൊടുക്കുക. ഉപ്പ് ആഡാക്കിയിട്ട് എന്നിട്ട് തണിയാൻ വെക്കുക. അത് തണിഞ്ഞ് വരുമ്പോൾ അതൊരു മിക്സർ ജാറിലിട്ടിട്ട് അതിനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആ പേസ്റ്റ് നമുക്കങ്ങ് മാറ്റി വെച്ചിട്ട് ഇന്നൊരു പാനിൽ എണ്ണയും കടുവും പിന്നെ കറിവേപ്പിലയും പൊട്ടിച്ച് അത് നമുക്ക് ആ പേസ്റ്റിലിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈസി ആൻഡ് ഹെൽത്തിയസ്റ്റായ ബീട്രൂട്ട് ചട്നി റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പരോ ഇല്ലെങ്കിൽ ദോശ അതിൻ്റെ ഒപ്പരെല്ലാം കഴിക്കാൻ നല്ല ഉണ്ടാവും. ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് താങ്ക് യു.